ഇഹിയ ഉലൂമിന്റെ ക്ലാസ് എത്ര നമ്പറായി എനിക്കറിയില്ല. നമ്പറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. കുറെ പറഞ്ഞല്ലോ, ലാഹിറായ ഉലമാക്കള് ഉഖറവിയായ ഉലമാക്കളൊക്കെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വനഹനുൽ ആന, ഇപ്പോ നമ്മൾ നദുക്കുറു, നമ്മൾ പറഞ്ഞു തരാം, മിൻ അഹ്വാലി ഫുഖഹാഇൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ഫുഖഹാക്കൾ പണ്ഡിതന്മാർ. അപ്പൊ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അവസ്ഥകളിൽ നിന്ന് നമ്മൾ പറഞ്ഞു തരാം. ഒന്നിനെ പറഞ്ഞു തരാം. തഅലമു ബി, ആ ഒന്നുകൊണ്ട് താങ്കൾക്കറിയാം, മുഖാത്തബെ, അന്നമാ ദക്കർനാഹു, നമ്മൾ പറഞ്ഞ ഒന്ന്, ലൈസ, അതല്ല, ത്വഅനം ഫീഹിം, ഇസ്ലാമിക പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തുന്നതിനോ പരിഹസിക്കുന്നതിനോ അല്ല എന്ന പരമബോധ്യം താങ്കൾക്ക് ബോധ്യപ്പെടും. അപ്പൊ ചുരുക്കത്തിൽ ഇനി നമ്മൾ ഇസ്ലാമിക പണ്ഡിതന്മാർ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയൊക്കെ ജീവിച്ചവരായിരുന്നു, അവർ ഈ കർമ്മത്തിൽ തന്നെ മുന്നോട്ട് പോയിട്ടും അവർ ആരായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ഇവിടെ ചർച്ച ചെയ്ത് നോക്കുമ്പോൾ അത്തരം പണ്ഡിതന്മാരെ കുറിച്ചല്ല നമ്മൾ ആക്ഷേപിച്ചതും കുറ്റപ്പെടുത്തിയതും ബോധ്യമാവും. അതല്ലാത്തവരെ പറ്റിയാണ് ഇതുവരെ പറയുമ്പോൾ ചിന്തിക്കുന്ന മദ്ഹബിന്റെ പണ്ഡിതന്മാര്, ഫുഖഹാക്കളെ, മുത്തകല്ലിമീങ്ങളെ ഒക്കെ ആക്ഷേപിച്ചല്ലോ തോന്നിപ്പോ. അങ്ങനല്ല. ബൽ പിന്നെ ശരിക്ക് നല്ല നിലക്ക് ജീവിച്ചു പോകുന്ന ഫുഖഹാക്കളുണ്ട്, അവരോട് പിന്തുടരുന്നു എന്ന് വെളിപ്പെട്ട് നടത്തുന്ന ആൾക്കാരുണ്ട്. അവരോട് പിന്തുടരുകയാണെന്ന് വെളിപ്പെടുത്തി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാനും ആലിമൂപ്പന്റെ ആളാന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെയുള്ള ആൾക്കാരിലാണ് നമ്മുടെ ആക്ഷേപം. മുന്തഹില്ലം മദാഹിബഹും, ആ പണ്ഡിതന്മാരുടെ മദ്ഹബുകളെ ചേർത്തി പിടിച്ചുകൊണ്ട് അവരുടെ കൂടെയാണ് ഞാൻ ഷാഫി മദ്ഹബാണ്, അനബിയാണ്, അംബലിയാണ്, മാലിക്കാണെന്നൊക്കെ പറയും. ഇങ്ങനെ ആളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് അവരെ കൂടെ നടക്കുന്നവരാണെന്ന് വെളിപ്പെടുത്തി അത്തരം ആളുകളുണ്ട്. ഒരുപാട് മോശത്തരങ്ങളുണ്ട്. അവരെ പറ്റി ആക്ഷേപിക്കുന്നത് മനസ്സിലാവും. ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രകഥകൾ, അവിടെ നടപടിക്രമങ്ങൾ, കർമ്മങ്ങള് ഇത്യാദി കാര്യങ്ങളിലെല്ലാം ഇസ്ലാമിക പണ്ഡിതന്മാരോട് ഇവരെതിരായിരിക്കും. ആള് മൂപ്പന്റെ ആളായിട്ട് കാര്യമില്ല, മൂപ്പൻ പോയി വായിക്കല്ല, അണികൾ പോവുക. ഇങ്ങനെ അണികൾ പലതും പഴച്ചവരെ കാണുന്നുണ്ട്. അവരെ പറ്റിയാണ് നമ്മൾ ആക്ഷേപിച്ചു പറയുന്നത്. ഇനി നോക്കൂ, പറയട്ടെ. സൃഷ്ടികളെ നയിക്കുന്ന ഫിഖ്ഹിന്റെ കർമ്മധീരരായ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവർ ഇത് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഏതാണെന്നറിയോ? അഅ്നി അല്ലദീന കസുറ അത്ബാഉഹും ബിൽ മദാഹിബി, മദ്ഹബുകൾ സ്വീകരിച്ചുകൊണ്ട് അണികൾ അധികമുള്ളതായ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരെയാണ് ഞാൻ ഈ സുഅമാഉൽ ഫിഖ്ഹി വഖാദത്തുൽ ഖൽഖ് എന്ന് പറയുന്നത്. അവർ എത്ര പേരാണെന്ന് ചോദിച്ചാൽ ഹംസത്തുൻ, അവർ 5 പേരേ ഉള്ളൂ. ശരിക്കും സാക്ഷാൽ മദ്ഹബ് ക്രോഡീകരിച്ച് ആ മദ്ഹബ് സ്വീകരിച്ച് പോകുന്ന അണികൾ കൂടുതലുള്ളവർ 5 മദ്ഹബുകാരാണ്. 4 എണ്ണം ഉണ്ട് ഇപ്പോൾ, 5 എണ്ണം ഉണ്ടായിരുന്നു. ഏതാ 5 നോക്കാം. 1 അഷ്ശാഫി, 1 ഷാഫി മദ്ഹബ്, 2 മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് മദ്ഹബ്, 3 അഹ്മദ് ബിൻ ഹംബൽ, അതൊരു മദ്ഹബ്, 4 അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹും, 5 സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല. ഇവരാണ് ഇസ്ലാമിക പണ്ഡിതന്മാരിൽ കർമ്മധീരന്മാരായ യോദ്ധാക്കളും അതുപോലെ തന്നെ ജനങ്ങളെ നയിക്കുന്നവരുമായ ദീനി പണ്ഡിതന്മാർ. ഇവർക്കൊക്കെ മദ്ഹബുമുണ്ട്. ഇവരാണ് ഈ ഉത്തമന്മാരായ 5 ആൾക്കാർ. ഇനി എന്തായിരുന്നു ഇവർ ദീനി പണ്ഡിതന്മാർ എന്ന് പറയണമെങ്കിൽ വസ്സാലി മുഹമ്മദ് പറയണല്ലോ ആത്മീയപരമായിട്ട് എന്തായിരുന്നു ഇവർ ചെയ്തു നോക്കാം. കുല്ലു വാഹിദിൻ മിൻഹും, ഈ 5 പേരിൽ ഓരോരുത്തരും എന്തായിരുന്നു? കാന ആബിദൻ, അവരൊക്കെ ആബിദീങ്ങളാണ്, രാപ്പകല് വ്യത്യാസമല്ലാതെ ഇബാദത്തിലാണ്. വസാഹിദൻ, പ്രപഞ്ചത്യാഗികളാണ്, പ്രപഞ്ചത്തോട് വലിയ സ്നേഹം കാണിച്ചിട്ടില്ല. ആലിമൻ ബി ഉലൂമിൽ ആഖിറത്തി, ആഖിറത്തിന്റെ ജ്ഞാനങ്ങളെ കൊണ്ടും നല്ല വിദഗ്ധന്മാരാണവർ, നല്ല അറിവുള്ളവരാണവർ. ഫഖീഹുൻ ബി മസാരിൽ ഖൽഖി ബിദ്ദുനിയ, ദുനിയാവിൽ സൃഷ്ടിയുടെ നന്മയിൽ നല്ല വിവസ്തന്മാരാണവർ. ദുനിയാവിൽ വെച്ച് ജനങ്ങൾ എങ്ങനെ നന്നാവണം, ആ നന്നാവുന്ന നന്മയിൽ നല്ല കർമ്മധീരന്മാരായ ആൾക്കാരാണ് അവർ. മുരീദുൻ ബി ഫിഖ്ഹിഹി, അവരുടെ അറിവ് കൊണ്ട്, കർമ്മം കൊണ്ടും കർമ്മശാസ്ത്രം കൊണ്ടും അവർ ഉദ്ദേശിച്ചത് വജ്ഹ അല്ലാഹി തആല, അള്ളാന്റെ വജ്ഹാണ്. ഇങ്ങനെ 5 കാര്യങ്ങളാണ്.
ഈ 5 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ 5 മദ്ഹബിന്റെ പണ്ഡിതന്മാരും. ഇവരാണ് ദീനി പണ്ഡിതന്മാർ. ഇവർക്കൊരു കുഴപ്പമല്ല. അപ്പൊ ആദ്യ ഹംസ ഹിസാൽ, അപ്പോൾ ഈ കാര്യം 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യം ഏതൊക്കെയാണെന്ന് ഇബാദത്ത് 2, സുഹദ് 3, ഇൽമുൽ ഉഖ്റവി 4, ഇൽമുൽ ദുന്യവി 5, ഹുസ്നുൻ നിയ്യത്ത് ഫിൽ അഖീരി. ഇങ്ങനെ 5 കാര്യങ്ങളാണ്. എന്നിട്ടോ ഇത്തബഅഹും ഫുഖഹാഉൽ അസർ മിൻ ജുംലത്തിഹാ, ഈ 5 കാര്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അക്കാലത്തുള്ള മഹാദന്മാരുടെ പണ്ഡിതന്മാരുടെ കാലത്തുള്ള ആളുകളൊക്കെ അവരോട് പിന്തുടർന്നു പോയിട്ടുണ്ട്. അലാ ഖസ്ലത്തും വാഹിദ, ഒരേ ഒരൊറ്റ കാര്യത്തിന്റെ മേലാണ് അവർക്ക് പിന്തുടർന്നു പോയിട്ടുള്ളത്. അതെന്താണ്? ഫിഖ്ഹിന്റെ ഇനങ്ങളായി ഓരോ ഭാഗങ്ങളായി തിരിക്കുക. ആ ഭാഗങ്ങളായി തിരിക്കുന്ന കൂട്ടത്തിൽ കഠിനാധ്വാനങ്ങൾ, അതുപോലെ അത് അധികമാക്കുക എന്നിത്യാദി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് ഒരൊറ്റ കാര്യത്തിന്റെ മേലാണ് ഈ 5 പണ്ഡിതന്മാരോടും അക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും യോജിച്ചു വന്നിട്ടുള്ളത്. കാരണം അന്നൽ ഹിസാൽ അർബ, 4 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇബാദത്ത്, സുഹദ്, ഇൽമുൽ ഉഖ്റവി, ഹുസ്നുൻ നിയ്യ, ഈ 4 കാര്യങ്ങൾ ലാ തസ്ലഹു, അത് നന്നാകുന്നില്ലല്ലോ, ഇല്ല ആഖിറത്തി, ആഖിറത്തിന് വേണ്ടിയിട്ടല്ല നന്നാകും. ഈ 4 കാര്യം ആഖിറത്തിനുള്ളൂ. വഹാദിഹിൽ ഖസ്ലത്തുൽ വാഹിദത്തു, അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം തശ്മീർ അൽ മുബാലഗത്തു ഫി തഫായിൽ ഫിഖ്, ഫിഖ്ഹിന്റെ ഇനങ്ങൾ തിരിച്ചുകൊണ്ട് അധികമാക്കുക, പരിശ്രമിക്കുക എന്നിത്യാദി കാര്യങ്ങളൊന്നാണ്. ഇത് തസ്ലുൽ ദുനിയ വൽ ആഖിറത്തി, അത് ദുനിയാവിനും ആഖിറത്തിനും കൂടി നന്നാവുന്ന ഒന്നാണ്. മറ്റേത് ആഖിറത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ നുരീദ ബിഹൽ ആഖിറത്തു, ഈ പറഞ്ഞ കാര്യം കൊണ്ട് ആഖിറത്തിനെ ഉദ്ദേശിക്കപ്പെടുകയാണ് എങ്കിൽ പിന്നെ കല്ല സലാഹു അലി ദുനിയ, പിന്നെ അതിന്റെ നന്മ, ആ കാര്യത്തിന്റെ നന്മ ദുനിയാവിന് കുറവായിരിക്കും, കൂടുതൽ ആഖിറത്തിലേക്കായിരിക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ ഒരു പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. 5 എണ്ണത്തിൽ ഒരു കാര്യത്തിന്റെ മേലാണ് അവരെ തുടർന്ന് വന്ന പണ്ഡിതന്മാരൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളൂ. അപ്പൊ എന്ത് മനസ്സിലാക്കാൻ, എന്താ പറയണ, സമ്മിറൂ ലഹ, അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നല്ലോണം അധ്വാനിച്ചോ. വദ്ദഉ ബിഹാ, അതുകൊണ്ട് നിങ്ങൾ വിട പറയണം. മുസാബഹത ഉലൈക അഇമ്മത്തി, ആ ഇമാമുമാർക്ക് പല സംശയങ്ങളും വന്നിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങൾ, ദീന്റെ കാര്യത്തിലല്ല, മറ്റു പല കാര്യങ്ങൾ, അതിൽ വന്നതായിരിക്കുന്ന സംശയങ്ങളോട് നിങ്ങൾ ഈ ഒറ്റ കാര്യം എടുത്തുകൊണ്ട് എന്തായിരിക്കണം, നിങ്ങൾ യാത്ര പറയേണ്ടതുണ്ട്. അത് നിങ്ങൾ പിടിക്കരുത് എന്നർത്ഥം. അതെടുക്കരുത്, രണ്ടും 2 സ്ഥാനത്താണ്. അപ്പൊ ആഖിറത്തിന് വേണ്ടി കഠിനാധ്വാനങ്ങൾ ചെയ്തോളൂ. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ആഖിറത്തിന് വേണ്ട കാര്യത്തിൽ ആർക്കും തർക്കമില്ല, അത് എടുക്കുക. മറ്റുള്ള കാര്യം നന്നാക്കാൻ നോക്കുക എന്നല്ലാതെ അവർ പറഞ്ഞു വെച്ച സംശയങ്ങളെടുത്ത് പിന്തുടർന്നുകൊണ്ട് വേണ്ട അത് ജീവിച്ചു പോകരുത്. അകലെയാണല്ലോ അന്തുക്കാസിൽ മലായിക്കത്തുബിൽ ഹദ്ദാദീന, മലായിക്കത്തുകളെ പെരുങ്കല്ലന്മാരോട് എന്താക്കുക, സാമീപ്യപ്പെടുത്തുക, തുലനപ്പെടുത്തുക, അതകലെയാണ്. മുഖ്റവിയായിരിക്കുന്ന പണ്ഡിതന്മാരും ദുന്യവിയായിരിക്കുന്ന പണ്ഡിതന്മാരും 2 അകലെയാണ്, 2 സ്റ്റാൻഡേർഡിലാണ്. അപ്പൊ ദുനിയാവിന് വേണ്ടി മാത്രമല്ല ആഖിറത്തിന് വേണ്ടി ജീവിക്കാൻ നോക്കുക, അതാണ് വേണ്ടത് എന്ന്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ 5 പണ്ഡിതന്മാരും മദ്ഹബിന്റെ പണ്ഡിതന്മാരായിരിക്കെ അതിൽ 5ാമത്തെ പണ്ഡിതനായിരിക്കുന്ന സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബ് 5ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു. 5ാം നൂറ്റാണ്ടിനോട് അവസാനിക്കുകയും ചെയ്തു. ബാക്കി എന്നും നിലനിൽക്കുന്ന 4 മദ്ഹബുണ്ട്. ഈ 4 മദ്ഹബിന്റെ അണികളായി നമ്മൾ നടക്കുന്നു. പക്ഷെ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ ജീവിച്ചതുപോലെ ജീവിക്കുന്നില്ല. നമ്മൾ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അപ്പൊ നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്, അല്ല മദ്ഹബിനെയല്ല, ആ മദ്ഹബിന്റെ പണ്ഡിതന്മാരെയുമല്ല എന്ന് ബോധ്യമായല്ലോ. ഫൽനൂരിദിൽ ആന മിൻ അഹ്വാലിഹിം മാ യദുല്ലു അലാ ഹാദിഹിൽ ഖിസാൽ അർബഅ, 5 കാര്യത്തിൽ നിന്ന് 4 കാര്യമുണ്ടല്ലോ, ആ 4 കാര്യത്തിന്റെ മേൽ അവരായിരുന്നു എന്ന് അറിയിക്കുന്ന പല അവസ്ഥകളും ഉണ്ട്. ആ അവസ്ഥയായിരുന്നു അവരുടെ അവസ്ഥ എന്ന് അറിയിക്കുന്ന പല ചരിത്രങ്ങളും ഉണ്ട്. അതിൽ നിന്ന് സ്വല്പം നമ്മൾ ഇപ്പോൾ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഉൾക്കൊണ്ട കാര്യം എന്ത്. അപ്പൊ ആരാണ് ഇസ്ലാമിന്റെ പണ്ഡിതന്മാര്, അപ്പൊ ഇസ്ലാമിലെ ഫുഖഹാക്കൾ ആരാണെന്ന് അപ്പൊ ബോധ്യമാകും. നോക്കാം. കാരണം എന്തുകൊണ്ട്, അപ്പൊ പിന്നെ ഈ പറയുന്ന പണ്ഡിതന്മാരുടെ മദ്ഹബിന്റെ അഖിലുകാർ, ഈ മദ്ഹബിന്റെ പണ്ഡിതന്മാരുടെ ഫിഖ് കൊണ്ടുള്ള അറിവ് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അത് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇനി നമുക്ക് നോക്കുക, ലാഹിറായിട്ടല്ല ബാത്തിനിയായിട്ടുള്ള അറിവ് നമുക്ക് കിട്ടേണ്ടത്.
അമ്മൽ ഇമാമു ശാഫിഈ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആരായിരുന്നു ഇമാം ശാഫിഈ തങ്ങൾ? ഫയദുല്ലു അലാ അന്നഹു കാന ആബിദൻ. മഹാനായിരിക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആബിദായിരുന്നു. അള്ളാന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന മഹാനാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. മർവിയ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്ന് എന്ത്? അന്നഹു കാന യുഖസ്സിമുൽ ലൈല സലാസത അജ്സാഇൻ, സുലുസൻ ലിൽ ഇൽമി വസുലുസൻ ലിൽ ഇബാദത്തി വസുലുസൻ ലിൻ നൗം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ യാത്രികളെ മൂന്നായി ഭാഗിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും സുഖനിദ്രയിലല്ലേ? വേഗം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിസ്കരിച്ച് കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ പല കാര്യങ്ങളുമായി നമ്മൾ ജോലിയിലായിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൊബൈലായിരിക്കും. ആ മൊബൈലിൽ ചിറ്റിക്കുത്തി തൊട്ടുകൊണ്ട് ഇറക്കുകയായിരിക്കും നമ്മൾ. അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ രാത്രിയെ മൂന്നായി ഭാഗിക്കുകയാണ്. സുലുസല്ലിൽ ഇൽമി, മൂന്നിൽ ഒരു ഭാഗം അറിവിന് വേണ്ടി നീക്കി വെക്കുന്നു. വസുലുസല്ലിൽ ഇബാദത്തി, മൂന്നിൽ ഒരു ഭാഗം ഇബാദത്തിന് വേണ്ടി ഒരുക്കി വെക്കുന്നു. വസുലുസല്ലിൻ നൗമി, മൂന്നിൽ ഒരു ഭാഗം ഉറക്കിന്. അപ്പൊ രാത്രി മൂന്നായി ഭാഗിച്ചാൽ ഇൽമിനും ഇബാദത്തിനും കഴിഞ്ഞ് ഉറക്കിന് കുറച്ച് സമയം, ബാക്കി മുഴുവനും ഇബാദത്തിലാണ്. അപ്പൊ ഉറക്കി ഇബാദത്താക്കും, ഇൽമും ഇബാദത്താക്കുകയാണ്. ഇബാദത്തും ഇബാദത്താണ്, ഫുള്ള് ജീവിതം ഇബാദത്തിലാണ്. ഇങ്ങനെയായിരുന്നു മഹാന്റെ അവരുടെ ജീവിതം. അപ്പൊ ആ മഹാന്റെ മദ്ഹബ് മോശാകോ ഇല്ലല്ലോ. ഇമാം റബീഉ തങ്ങൾ പറയുന്നു എന്ത്? കാന ശാഫിഈ റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ ആയിരുന്നു യഖ്തിമുൽ ഖുർആന ഫി റമളാന 60 മറ, പുണ്യമായിരിക്കുന്ന റമളാൻ മാസത്തിൽ ഹബീബായ മുത്തുനബി പുണ്യമായിരിക്കുന്ന റമളാൻ മാസത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു 60 പ്രാവശ്യം ഖത്തം തീർത്തിരുന്നു. കുല്ലു ദാലിക ബിസ്സലാത്തി, ഖത്തം തീർക്കലും മുഴുവൻ നിസ്കാരത്തിലാണ്. ആലോചിക്കണം. നമ്മളോ ഒരു പേജ് പോയിട്ട് അര പേജ് പോലും ഓതാ ഇന്ന് നമ്മൾ കൂട്ടാക്കുന്നില്ല. റമളാനിൽ ഖത്തം തീർക്കാൻ നമുക്ക് സമയമില്ല, നമ്മൾ ശ്രമിക്കുന്നില്ല. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു 30 നോമ്പുണ്ടാകുമ്പോഴേക്കും 60 ഖത്തം തീർക്കുകയാണ് നിസ്കാരത്തില്. വക്കാനൽ മുബൈത്തിയു അഹദു അസ്ഹാബിഹി, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങളുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് മുബൈത്തി ഇമാം. മഹാനവറുകൾ യഖ്തിമുൽ ഖുർആൻ, വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഖത്തം തീർക്കും. ഫീ റമളാൻ, റമളാൻ മാസത്തിൽ വി കുല്ലി യൗമിൻ മറ, എല്ലാ ഓരോ ദിവസം ഒരു ഖത്തമാണ്. അപ്പൊ 30 ആണെങ്കിൽ 30, 29 ആണെങ്കിൽ 29. ഇങ്ങനെയായിരുന്നു ഇമാം ശാഫിഈയെ പിന്തുടർന്ന് ജീവിച്ച അണികള്. ഇതായിരുന്നു അവരുടെ ജീവിതം. കഴിഞ്ഞിട്ടില്ല. ഹസൻ ഖറാബീസിയു, ഹസൻ ഖറാബീസ് എന്ന് പറയുന്ന മഹാൻ പറയുന്നു, ഇമാം ശാഫിഈ തങ്ങളോടുകൂടെ ഞാൻ രാത്രി ഇരുന്നുറങ്ങി. വൈറലായിരത്തിൻ, അനവധി രാത്രികളിൽ ഞാൻ ഇമാം ശാഫിഈന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ നോക്കുമ്പോൾ രാത്രിയിലെ 1/3 ഭാഗത്തിന്റെ കണക്ക് മുഴുവനും നിസ്കാരത്തിലായിരുന്നു മഹാൻ. മഹാൻ അവர்கள் നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഒരു 50 ആയത്തിൽ കൂടുതൽ അധികമാക്കുന്നില്ല. മഹാൻ 50 ആയത്ത് ഓതിയിട്ടാണ് രാത്രിയുടെ 1/3 ഭാഗം നിസ്കരിക്കുന്നതായി നേരിട്ട് ഞാൻ കണ്ടു എന്ന് അനവധി രാത്രികളിൽ ഇമാമിൻ ശാഫിഈന്റെ കൂടെ ഞാൻ പുറത്തപ്പ കണ്ട രംഗമാണ്. അപ്പൊ ആരാണ് ഇമാം ഷാഫിഈ? ഇമാം ഷാഫിഈ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. നോക്കണം. ഫൈദാക്ക് സറ, അങ്ങനെ മഹാൻ അധികരിച്ചു വരികയാണെങ്കിൽ, അധികരിപ്പിക്കുകയാണെങ്കിൽ ഒരു 100 ആയത്ത്, അതിന്റെ അപ്പുറം പോകൂല. ഈ 100 ആയത്ത് ഓതിക്കൊണ്ടാണ് രാത്രിയിലെ 1/3 ഭാഗവും നമസ്കാരത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. ആരാണ് മഹാൻ? എങ്ങനെയായിരുന്നു ഇമാം ഷാഫിഈയുടെ സ്നേഹം? മഹാൻ ഖുർആൻ ആയത്തുകൾ ഓതി തീർക്കും. ആ ആയത്തുകൾ ഓതുന്നതിന്റെ ഇടയിൽ റഹ്മത്തിന്റെ ആയത്ത് വരും. അങ്ങനെ റഹ്മത്തിന്റെ ആയത്ത് ഓതുമ്പോൾ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ ഗുണത്തിന് വേണ്ടി മാത്രം ചോദിക്കില്ല, അള്ളാഹുവോട് ചോദിക്കുന്നു. സ്വന്തം കാര്യത്തിനും സർവ്വലോക മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും കരുണ ചെയ്യണേ എന്ന്
ഓതി തീർത്തിട്ടല്ലാതെ ഒരായത്തും നടന്നു പോകാറില്ല. അപ്പൊ റഹ്മത്തിന്റെ ആയത്ത് ഓതുമ്പോൾ സ്വന്തം നഫ്സിന് വേണ്ടിയിട്ടും സർവ്വലോക മുഅ്മിനീങ്ങൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി റഹ്മത്ത് ചോദിച്ചിട്ടേ ആയത്ത് വിടുകയുള്ളൂ. അങ്ങനെയാണ് മഹാന്റെ ജീവിതം. ولا يمر بآية عذاب إلا تعوذ فيها وسأل النجاة لنفسه وللمؤمنين. ഇമാമുന ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അദാബിനെ കുറിച്ച് പറയുന്ന ആയത്ത് ഓതുമ്പോൾ ആ ആയത്ത് കഴിഞ്ഞു പോകുമ്പോൾ അത് വിടൂല. എങ്ങനെയല്ലാതെ സ്വന്തം ശരീരത്തിന് രക്ഷ ചോദിക്കും, കാവൽ ചോദിക്കും, സർവ്വലോക മുഅ്മിനീങ്ങൾക്കും രക്ഷ ചോദിക്കും, കാവൽ ചോദിക്കും. അങ്ങനെയാണ് മഹാന്റെ ഓത്തിന്റെ രീതി. ഇങ്ങനെ ഓതി 100-50 ആയത്ത് ഓതിക്കൊണ്ടാണ് ആ രാത്രിയാമങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് എന്ന് മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിച്ച രാത്രി അനേകം രാത്രിയിൽ കൂടിയതായിരിക്കുന്ന ഹസൻ അൽ കറാബീസി എന്ന് പറയുന്ന മഹാൻ പറയുന്നത്, ഈ ഇമാമിന്റെ മദ്ഹബ് വഴക്കൂല. ഇങ്ങനെയാണ് ഇമാം ജീവിച്ചത്. ഈ ഇമാം കായിന്റെ പണ്ഡിതനല്ലേ? ഈ ഇമാം ദുന്യാവിന്റെ പണ്ഡിതനല്ല, ഉഖ്റവിയായ പണ്ഡിതനാണ്. ആഖിറമാണ് ഉദ്ദേശിച്ചത് ഇൽമു കൊണ്ട് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്കണം മനുഷ്യ. കൈഫ യദുല്ലു ഇഖ്തിസാറുഹു അലാ 50 ആയ 50 ആയത്തിന്റെ മേൽ തന്നെ മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റളിയല്ലാഹു തആല ചുരുക്കിയത് എങ്ങനെയാ? എന്താ അത്ഭുതം! 50 ആയത്തേ കിട്ടുള്ളൂ. അല്ല, അത് മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം. അലാ തബഖുരിഹി ഫീ അസ്റാരിൽ ഖുർആനി വതദബ്ബുരിഹി ഫീഹാ. വിശുദ്ധമായിരിക്കുന്ന ഖുർആന്റെ രഹസ്യം മുഴുവനും അറിയാം. അതിലെ മാഹിറാണ്, സമുദ്രമാണ് മഹാൻ. മാത്രമല്ല വിശുദ്ധ ഖുർആന്റെ രഹസ്യം വളരെ ആലോചിക്കുന്ന മഹാൻ. അങ്ങനെയുള്ള മഹാൻ 50 ആയത്തും ചുരുക്കിയത് എങ്ങനെയെന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ 100 ആയത്ത് ഓതിയാലും 200 ആയത്ത് ഓതിയാലും എവിടെയും എത്തൂല. മഹാനായിരിക്കുന്ന ഇമാം ഷാഫി തങ്ങൾ എത്രമാത്രം ഈ 50 ആയത്ത് കൊണ്ട് ചിന്തിച്ചു, എത്രമാത്രം ആലോചിച്ചു. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ നിപുണനായി സമുദ്രത്തിന്റെ ഭണ്ഡാകാരമായി ഇൽമിൽ അഗാധ ജ്ഞാനമുള്ള ഇമാം ഷാഫിയുടെ ഇബാദത്താണ് ഈ പറയുന്നത്. ആ ഇമാം ഷാഫിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിലായോ? അതിനായി കഥ കൊണ്ടുവരുന്നത് എന്ന് ഇമാം ഷാഫി അല്ല, ഇമാം അസ്സാരി റളിയല്ലാഹു അൻഹു പറയാണ്. തീർന്നിട്ടില്ല, ഇനിയും പറയട്ടെ. വഖാല ശാഫിഈ റഹിമഹുല്ലാഹ്, ഇനി ഇബാദത്തിന്റെ കാര്യം മാത്രമല്ല, വർക്കിന്റെ കാര്യം മാത്രമല്ല, വയറ് നിറയെ ഇന്ന് നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നത്? വിവിധങ്ങളായിരിക്കുന്ന ഭക്ഷണങ്ങളല്ലേ. നമുക്ക് എന്തെല്ലാം സൽക്കാരങ്ങൾ കിട്ടുന്നുണ്ട്. കരിച്ചത്, പൊരിച്ചത്, വരട്ടിയത്, മന്തി, മസ്തൂരി, കസ്തൂരി, എന്തൊക്കെയാണ്, ഏതെല്ലാം വിഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നല്ലോണം അടിച്ച് വിറ്റാകാറില്ലേ? മത്സരിക്കാറില്ലേ? അതിന്റെ രുചി പറയാറില്ലേ? അത് നല്ല വിഭവം എന്ന് പറയാറില്ലേ? അത് തന്ന വീട്ടുകാരെ പ്രശംസിക്കാറില്ലേ? ഇതല്ലേ നമ്മൾ ചെയ്യാറ്? വേണ്ടെന്ന് അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സാക്ഷാൽ ഇമാമിനോട് പിന്തുടരുന്ന ആളുകളാണെങ്കിൽ നമ്മളോട് പറയുന്നത് ഇമാം അസ്സാരി റളിയല്ലാഹു അൻഹു. അങ്ങനെയാണെങ്കിൽ ഇമാമിനെ കുറിച്ച് പഠിക്കൂ. ആരാണ് ഇമാം ഷാഫി? വഖാല ഷാഫി റഹിമഹുല്ലാഹ്, മഹാനായിരിക്കുന്ന ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു, മാ സബിഅതു മുൻദു 16 സന, 16 വർഷക്കാലമായിട്ട് ഞാൻ വയറ് നിറച്ചിട്ടില്ല. തിന്നിട്ടില്ല എന്നല്ല, വയറേ നിറച്ചിട്ടില്ല. വയറ് കാലിയാക്കി പോയി. എന്താ കാരണം? ഊതില്ലായിട്ടാണോ? അല്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അല്ല. വയർ നിറക്കാൻ കഴിയാഞ്ഞിട്ടോ? അല്ല. പിന്നെ എന്താ കാരണം? അവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇല്ലാലി കാരണം എന്താ? വയറ് നിറക്കൽ യുസ്തിൽ ബദന, അത് ശരീരത്തെ എന്താക്കും? ഭാരപ്പെടുത്തും. നല്ലോണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങണം തോന്നും, കടപ്പെട്ടുള്ള കടക്കും, തിന്നുകുഴങ്ങി നീ വിശ്രമിക്കണമെന്ന് തോന്നും. ഇബാദത്തിന് കഴിയൂല. അപ്പൊ ശരീരത്തെ ഭാരമാക്കും. മാത്രമല്ല ഹൃദയത്തെ അത് കടികട്ടിയാക്കും, ലോലമാക്കുകയില്ല, നല്ലത് കേൾക്കൂല, വികാര ചിന്തകൾ ദുഷ്ടത് കടന്നുകൂടും. അത് ശരീരത്തിന്റെ പ്രകൃതിയാണ്, അതിനെ ബുദ്ധി നശിക്കും. അപ്പൊ തീറ്റ പാകത്തിനാവണം, കുറച്ച് തിന്നും. ഇതിനു വേണ്ടിയിട്ട് ഹൃദയം കട്ടിയാവാൻ പാടില്ല, ലോലമാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ഭാഗം ഭാരമാവാൻ പാടില്ല. ശരീരത്തിന്റെ ഭാഗം ഭാരം കൂടിയാലോ രോഗം കൂടും. ബുദ്ധിയെ അത് നീക്കിക്കളയും. തീറ്റ കൂടിയവന് ബുദ്ധി കുറവായിരിക്കും. ഉറക്കനെ വലിച്ചു കൊണ്ടുവരും. ഇബാദത്ത് ചെയ്യാൻ അതിന്റെ ഉടമക്ക് ഒരിക്കലും കഴിയില്ല, ദുർബലനാകും, മടിയനാകും. അപ്പൊ ഇബാദത്തിന് ദുർബലത, ഉറക്ക് കൊണ്ടുവരുക,
ബുദ്ധി നീക്കിക്കളയുക, ഹൃദയത്തെ കടികട്ടിയാക്കുക, ശരീരത്തെ ഭാരമാക്കുക എന്ന വയറ് നിറക്കുന്നത് കൊണ്ടുണ്ടാവുന്ന 5 വിപത്തുകളുണ്ട്. ഈ 5 വിപത്തുകൾ മഹാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ തടി ഭാരമാക്കുന്നില്ല, ഞാൻ എന്റെ ഹൃദയത്തെ ലോലമാക്കുകയാണ്, കട്ടികൂട്ടുന്നില്ല, എന്റെ ബുദ്ധിയെ നീക്കിക്കളയാൻ ശ്രമിക്കുന്നില്ല, എന്റെ ഉറക്ക് വലിച്ചു കൊണ്ടുപോകാൻ കൂടുതൽ ഉറങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ഇബാദത്ത് മുടങ്ങുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന 5 കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാതിരുന്നത്, വയറ് നിറക്കാതിരുന്നത്. നമ്മളൊക്കെ ഇമാം ഷാഫിന്റെ ആളല്ലേ? നമ്മളെ ബുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ലേ? നമ്മൾ ഇഷ്ടം പോലെ ഉറങ്ങുന്നവരല്ലേ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഇമാം ഷാഫിന്റെ മദ്ഹബ് സ്വീകരിച്ച യഥാർത്ഥ അണികളാണോ? എന്തിനാ മദ്ഹബ് സ്വീകരിച്ചത്? ചോദ്യം മഹാനായിരിക്കുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മൾ ചോദിക്കുകയാണ്. മഹാനായ ഇമാം ഗസാലിയും മദ്ഹബ് സ്വീകരിച്ച പണ്ഡിതനല്ലേ? അപ്പൊ ഉഖ്റവിയ നേട്ടമാണ് ഇവരൊക്കെ ഇൽമു കൊണ്ട് ചിന്തിച്ചത്. അപ്പൊ ഫിഖ് ഉഖ്റവിയാക്കേണ്ടതുണ്ട്, അതിനായിരിക്കണം ഫിഖ് എന്നല്ലേ മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ എത്ര പറയാനുണ്ട്. ഫൗർ ഇലാ ഹിക്മതിഹി ഫീ ദിക്രി ആഫാതി ശിബഅ, വയറ് നിറച്ചാൽ അതിനാൽ ഉണ്ടായിത്തീരുന്ന വിപത്തിനെ കുറിച്ച് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞ വിഷയത്തിലുള്ള ഹിക്മത്തൊന്ന് നോക്കാച്ച്. നമ്മൾ പറയണ ഇപ്പൊ വയറ് നിറച്ചാലുള്ള കുഴപ്പം എന്താണ്? സുമ്മ ഫീ ജദ്ദിഹി ബിൽ ഇബാദത്തി, പിന്നെ മഹാനവറുകളുടെ ഇബാദത്തിലുള്ളതായ അധ്വാനം അത് നോക്കാം. കാരണം ഇത് തൊറഹ ശിബ ലി അജരിക, ഇബാദത്ത് എടുക്കുക എന്ന കാരണത്തിന് വേണ്ടിയാണല്ലോ മഹാനവറുകൾ വയറ് നിറക്കൽ ഉപേക്ഷിച്ചത്. വയറ് നിറച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. അതന്നെ എന്നാണ് ഇബാദത്ത്, ആരാധന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഹെഡ് ഭക്ഷണം ചുരുക്കുക എന്നുള്ളതിന് പരമാവധി ഭക്ഷണം ചുരുക്കണം. അത് നല്ലോണം കുത്തിക്കാറ്റതല്ല. ഇങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. ഈ ഇമാം ഷാഫി എങ്ങനെ പേശെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇവരെ കുറിച്ചല്ല എന്റെ ആക്ഷേപം എന്നാണ് മഹാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഖാന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, മാ ഹലഫ്തു ബില്ലാഹി തആല ലാ സാദിഖൻ വലാ കാദിബൻ ഖത്തും, സത്യമായിട്ടും കളവായിട്ടും ഒരിക്കലും ഞാൻ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്തിട്ടില്ല, ആദ്യം ചെയ്തിട്ടില്ല. അങ്ങനെ അണിഞ്ഞ പിടിച്ചു വല്ലാഹി വല്ലാഹി അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫൻദുർ ഇലാ ഹുർമതിഹി വ തൗഖീഹി ലില്ലാഹി തആല, അള്ളാഹിനെ ആദരിക്കുക, അള്ളാഹിനെ ബഹുമാനിക്കുക, അതിലേക്കൊന്ന് നീ ആലോചിച്ച് നോക്ക. എല്ലാ മേഖലയിലും മഹാന്റെ ആ സ്ഥാനം നോക്ക്. വ ദലാലത്തു ദാലിക അലാ ഇൽമിഹി ബി ജലാലില്ലാഹി സുബ്ഹാനഹു വ തആല. അപ്പോ മഹാനവറുകളുടെ വിജ്ഞാനം അള്ളാഹുവിന്റെ ജലാല് കൊണ്ട് അറിയുക എന്നതിന്റെ മേലിലാണ് ഇതൊക്കെ അറിയിക്കുന്നത്, അല്ല മറ്റൊന്നുമല്ല. അങ്ങനെ ഫിഖീലായാലും മൂപ്പര് മനസ്സിലാക്കിയത് അള്ളാഹിനെയാണ്. ഒരിക്കൽ നോക്കൂ, ഒരു മസ്അലയെ കുറിച്ച് ഒരിക്കൽ ഇമാം ഷാഫിയോട് ചോദിക്കപ്പെടുകയുണ്ടായി. ഫസകത്ത, മഹാനവറുകൾ അപ്പം മൗനത്തിലായി, ഒന്നും കൊടുത്തില്ല മറുപടി. നമ്മോട് ചോദിക്കാൻ കാത്തിരിക്കാണ്, ഡബിൾ മറുപടി കൊടുക്കുക അല്ലെ. എന്നാൽ എന്റെ ഒಬ್ಬര് മൗനത്തിലായി വിവരമില്ലാഞ്ഞിട്ടല്ല. ഫഖീല ലഹു, അപ്പോൾ മഹാനോട് പറയപ്പെടുകയുണ്ടായി, അല്ലാ തുജീബു റഹ്മക്കല്ലാ, എന്താ നിങ്ങൾ മറുപടി നൽകാത്തത്? അന്ന് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഉത്തരം തരാത്തതെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ഹത്താ അദ്രിയൽ ഫദ്ല ഫി സുകൂതി ഔ ഫി ജവാബി, ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നത് എന്താ അറിയോ, എന്റെ മൗനത്തിലാണോ പുണ്യം, എന്റെ ജവാബിലാണോ പുണ്യം, ഇത് നോക്കുകയാണ്. ഇത് നോക്കിയിട്ടേ ഞാൻ എന്താണ് മറുപടി പറയുള്ളൂ. അതാണ് ഇപ്പൊ പെട്ടെന്ന് പറയാത്തത്. ഫൻദുർ ബി മുറാഖബതി ലിസാനിഹി, മനുഷ്യ അത് നോക്കാം, മൂലമാരെ അത് നോക്ക്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തന്റെ നാവിനെ സൂക്ഷിച്ച കാര്യം നോക്കാണ്. എത്രത്തോളം ചിന്തിച്ചിട്ടാ പറയണത്. എന്തോടുകൂടെ നിശ്ചയമായിട്ടും ഈ നാവ് അശദ്ദുൽ അഗ്ളായി തസല്ലുത്തൻ അൽ ഫുഖഹായി, പണ്ഡിതന്മാരുടെ മേൽ അധികാരത്താൽ ഏറ്റവും ഗൗരവമുള്ള സാധനമാണ് ഈ നാവ്. അടക്കി ഇരുത്തുക, ക്രമീകരിക്കുക എന്നിത്യാദി കാര്യങ്ങളെ തൊട്ട് എന്താണെന്നറിയാമോ, ഏറ്റവും വലിയ തെറ്റ് ചെയ്ത അവയവം നാവ് തന്നെയാണ്.
എന്നിരിക്കെ മഹാനവറുകൾ എത്രത്തോളം സൂക്ഷിച്ചിട്ടാ സംസാരിച്ചത്. ഒബിഹിയസ്തബീനും. അപ്പൊ ഈ പറഞ്ഞ കാര്യം കൊണ്ട് വ്യക്തമാവും അന്നവുക്കാരലായത്തക്കല്ലമു വലായസ്കുത്തു, മൗനത്തിലാവൂല അല്ലെങ്കിൽ മിണ്ടൂല. ഇല്ല ലിൽ ഫദ്ലി വ തലബി സവാബ്, അള്ളാന്റെ ഭാഗത്ത് നിന്ന് കൂലിയുണ്ടോ എന്ന് തേടിയിട്ടുള്ളൂ. അത്തരം കാര്യങ്ങൾ ശ്രേഷ്ഠതയുണ്ടോ എന്ന് നോക്കിയിട്ടുള്ളൂ. മൗനത്തിൽ ശ്രേഷ്ഠത മിണ്ടൂല, കൂലി അവിടെയാണെങ്കിൽ മിണ്ടൂല, പറച്ചില്ലാണെങ്കിൽ പറയും. ഇങ്ങനെയൊക്കെയാണ് മഹാനവറുകൾ ജീവിച്ചത്. നോക്കൂ, വഖാല അഹ്മദ് ബിൻ യഹ്യ ബിൻ വസീർ മൂപ്പര് പറയാണ്, ഖറജ ശാഫിഈ റഹിമഹുല്ലാഹു തആല യൗമൻ മിൻ സൂഖിൽ ഖനാദീൽ, തൂക്കിടുന്ന കിന്തിയിൽ വളക്കുണ്ടല്ലോ, ഏറ്റെത്തിക്കാൻ വേണ്ടി വേഗം തൂക്കിയിടുന്ന കിന്തിയിലുകൾ, അങ്ങനെ കച്ചവടം നടത്തുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ നിന്ന് ഒരു ദിവസം മഹാനവർ പുറത്തേക്ക് വന്നു. അപ്പൊ അവർക്ക് പുറപ്പെട്ടു പോവുകയാണ്. തബിഈനാഹു, അങ്ങനെ ഞങ്ങളും കൂടെ പോയി. ആര് പറഞ്ഞത്? അഹ്മദ് ബിൻ യഹ്യ ബിൻ വസീർ പറഞ്ഞത്. ഫഇദൻ റജുലൻ യസ്ഫുഹു അലാ റജുലിൻ, അപ്പൊ നോക്കും അമിൻ അഹ്ലിൽ ഇൽമി, അപ്പൊ ഒരാളുണ്ട് ഒരു പണ്ഡിതന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ ചീത്ത അറിവ് കൊടുക്കുകയാണ്. പൊട്ടത്തരം പറയുന്നതാണ് ചീത്ത അറിയാണ്. പണ്ഡിതനാണ്, അയാളെ കുറിച്ച് ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചങ്ങായി. അങ്ങനെ വന്നപ്പോ അങ്ങാരുടെ ഇങ്ങനെ പോവുകയാണ്, കേൾക്കുമല്ലോ പലതും. ഇലൈന, അപ്പൊ നേരെ ഞങ്ങളൊക്കെയുള്ള ഇമാം ഷാഫി തിരിഞ്ഞു നോക്കിയിട്ട് വഖാല പറഞ്ഞു, നസ്ജിഹു അസ്മാഅക്കും, നിങ്ങൾ ശ്രവണപുടങ്ങൾ ശുദ്ധീകരിച്ചോളി. ആ നിസ്തിമാൽ ഖന, ഈ വടക്കായ മോശമായ സംസാരമാണ് കേൾക്കുന്നത്, അതിനെ തൊട്ട് അത് കേൾക്കണ്ട. കമാ തനസ്സഹു അൽസിനതകും അൻ നുത്ഖി ബിഹി, വടക്കായ കാര്യങ്ങളെ കൊണ്ട് മൊഴിയുമ്പോൾ ആ മൊഴിയുന്നതിനെ തൊട്ട് നിങ്ങളെ നാഗ് നിങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുക, ശുദ്ധി വരുത്തുക, മോശമായതൊക്കെ ഒഴിവാക്കൂല, അതുപോലെ നിങ്ങൾ കേൾവികളെയും ശ്രവണപുടങ്ങളെയും ശുദ്ധീകരിച്ചോളി, വേണ്ടാത്ത കേൾക്കണ്ട. അവിടെ അത്ര മോശമായ വാക്കുകൾ അവിടെ കേൾക്കണ്ട. കാരണം എന്താ, ഇന്നൽ മുസ്തമിയ ശരീകുൽ ഖായിലി, കുറ്റന്മാര് പറയുന്നു, ആ പറയുന്നവരോട് കൂട്ടുകാരനാണ്, അവൻ പറയുന്നത് കേൾക്കുന്നവരും രണ്ടും വേണ്ട. വഇന്ന സഫീഹ, ബുദ്ധിമാനല്ലേ ഇമാം ഷാഫി എന്ന് പറയും നോക്കുക. കാരണം വഇന്ന സഫീഹ, പൊട്ടൻ, ലയൻദുറു ഇലാ ഖബത ശൈഇൻ ബി ഇനാഇഹി, അവന്റെ പാത്രത്തിൽ നിന്ന് ഏറ്റവും മോശമായ വസ്തുക്കൾ ഏതാണെന്ന് എടുക്കും, അതിലേക്ക് ഇങ്ങനെ അവൻ നോക്കും. എന്നിട്ടോ വയഹറസു, അവൻ ആഗ്രഹിക്കും, ഔഇയതിക്കും, നിങ്ങളെ പാത്രത്തിൽ അത് നിറച്ചു തരാനും ഒഴിച്ചു തരാനും അവൻ ആഗ്രഹിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോളേ, കേൾക്കണ്ട. വലോ റുദ്ദത്ത് കലിമത്തു സഫീഹി, പിന്നെ പൊട്ടന്റെ വാക്കെങ്ങാനും അവിടെ മടക്കപ്പെടുകയായിരുന്നുവെങ്കിൽ ആരാണ് മടക്കിയതെങ്കിൽ ഓം വിജയിച്ചു. കമാ സഖിയ ബിഹാ ഖായിലുഹ, ആ വാക്ക് പറഞ്ഞത് ആരാണോ അവൻ പരാജയപ്പെട്ടില്ലേ എന്നതുപോലെ അത് മടക്കിയവൻ വിജയിച്ചു പോയി. ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചലനങ്ങൾ, പ്രവർത്തികൾ, വാക്കുകൾ, ഇബാദത്തുകൾ, മറ്റു കർമ്മങ്ങളൊക്കെ. ഫഖാല ഷാഫിഈ, ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കതബ ഹകീമുൻ ഇലാ ഹകീം, ഒരു ഹക്കീം മറ്റൊരു ഹക്കീമിലേക്ക് കത്തെഴുതി. ഇതിന് പറയാം, ഖദ് ഊതീത ഇൽമൻ, നിനക്കൊരുപാട് ഇൽമ തന്നിട്ടുണ്ട്. ഫലാ തുദന്നിസ് ഇൽമക, നിന്റെ ഇൽമിനെ നീ അഴുക്കാക്കരുത്. ബിദുൽമത്തി ദുനൂബി, പാപങ്ങളുള്ള ഇരുളുകൊണ്ട്, പാപങ്ങളാകുന്ന ഇരുളുകൾ കൊണ്ട് നിന്റെ വിജ്ഞാനത്തെ നീ അഴകാക്കരുത്. വന്നാൽ ഇൽമുള്ള പണ്ഡിതന്മാർ അവരുടെ ഇൽമുമായി നാളെ അതിന്റെ പ്രഭ മാശറ ലോകത്ത് കത്തിയാണ് പ്രഭ. ആ പ്രഭയിൽ ഇങ്ങനെ പോകുകയിരിക്കാം. അങ്ങനെ പോകുന്ന ദിനത്തിൽ നീ എന്തായി കുടുങ്ങിക്കൊടുക്കും, അവിടെ നീ ഇരുട്ടിലായിരിക്കും. അതുകൊണ്ട് ഇൽമു നാശമാക്കണ്ട, ശ്രദ്ധിച്ചോ എന്നാണ് ഹക്കീം ഒരു ഹക്കീമിലേക്ക് എഴുതി കൊടുത്തത്. ഹക്കീമാവും അങ്ങനെയാണല്ലോ. ഇനി മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല സുഹൃത്ത് നോക്കാണ്. റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രപഞ്ചത്തിനോടുള്ളതായിരിക്കുന്ന അലർജി. ഫഖദ് ഖാല ഷാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, മൈദ്ദഅ, വല്ലവരും വാദിക്കുകയാണെങ്കിൽ എന്ത്, അന്നഹു ജമഅ ബൈന ഹുബ്ബി ദുനിയ വഹുബ്ബി ഖാലിഖിഹാ ഫീ ഖൽബിഹി, എന്റെ ഹൃദയത്തിൽ ദുനിയാവിനോടും പ്രേമമുണ്ട്, ദുനിയാവിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടും എനിക്ക് പ്രേമമുണ്ട്,
ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് കൂട്ടിയവനാണെന്ന് വാദിച്ചാൽ അവനെ വിശ്വസിക്കണ്ട. പോവ കഥബ പക്കത് കഥബ, നിശ്ചയമായിട്ടവൻ കളവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും നടക്കൂല, ഏത് തന്നെ നടക്കുള്ളൂ. ദുഞ്ഞാവിനെ പ്രേമിക്കലാണെങ്കിൽ അങ്ങനെ പോട്ടെ. ഇത് ദുഞ്ഞാവിനെ പ്രേമിക്കലും അള്ളാഹിനെ പ്രേമിക്കലും രണ്ടും നടക്കൂല. കാറു ഹുമൈദി, ഇമാം ഹുമൈദി തങ്ങൾ പറയുന്നു, എന്താണ് പറഞ്ഞത്? ഖറജ ശാഫിഈ റഹിമഹുല്ലാഹു തആല യമൻ, ഒരിക്കൽ ഇമാം ശാഫിഈ തങ്ങൾ യമനിലേക്ക് പുറപ്പെട്ടു. മഅബാദിൽ ഉലാത്തി, ചില അധികാരികളുടെ കൂടെ. ഫൻസറബ ഇലാ മക്ക, അങ്ങനെ മക്കയിലേക്ക് തിരിച്ചു വന്നു. ബി അസ്റതി ആലാഫി ദിർഹം, 10,000 ദിർഹവുമായിട്ടാ തിരിച്ചു വന്നത്. എന്നിട്ടോ മഹാനവറുകൾ പാത്തു വെച്ചില്ല. നമ്മളാണെങ്കിലോ ചോദിച്ചാലും കൊടുക്കാൻ വേണ്ടി അല്ലാത്തിനും പഠിച്ചു തീർക്കാം. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അതല്ല ചെയ്തത്. 10,000 വെള്ളി നാണയവുമായി തിരിച്ചു വന്നു. ഫളറബലഹു അലൈഹി വദരിബലഹു ഖബാഉ ബി മൗളിൻ ഖാരിജൻ മിൻ മക്ക, മക്കയിൽ നിന്ന് പുറത്തായിട്ട് ഒരു സ്ഥലത്ത് കുറച്ച് ടെന്റ് കെട്ടി, ഒരു കൂടാരം കെട്ടി. അങ്ങനെ വെക്കാരൻ നാസി ഉത്തൂലഹു, ജനങ്ങളെല്ലാവരും ഇമാം ഷാഫിന്റെ അടുത്തേക്ക് വരികയാണ്. ഫമാ ബാരിക മിൻ മൗളിഹി ദാലിക, അപ്പോൾ മഹാനവറുകൾ ടെന്റ് കെട്ടി അവിടെ ഇരുന്ന ആ ഇരിപ്പിടത്തിൽ തന്നെ ഹത്താ വറഖ കുല്ലഹ, അത് മുഴുവനും വീതിച്ചു കൊടുക്കുന്നവരായി മാറി. എല്ലാം കൊടുത്തു. ഇതാണ് സുഹൃത്ത്. ദുഞ്ഞാവൊന്നും കെട്ടിപ്പിടിച്ചിട്ടില്ല. ബഖറജ മിനൽ ഹമ്മാമി, കുളിപ്പരയിൽ ഒരിക്കൽ എന്തായി, മറത്തൻ ഒരിക്കൽ എന്തായി പുറത്തേക്ക് വന്നു. അപ്പോൾ ആ അമ്മാമ് നോക്കുന്ന, വൃത്തിയാക്കുന്ന ആൾക്ക് ഒരുപാട് സ്വത്തം കൊടുത്തു. ആര്? ഇമാം ഷാഫിഈ തങ്ങൾ. അദ്ദേഹത്തിന്റെ ചാട്ടവാർ വീണു. മിന്നദിഹി മറത്തൻ, ഒരിക്കൽ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പോൾ ഒരാൾ എടുത്തിട്ട് കൊടുത്തു ഇമാം ഷാഫിക്ക്. അങ്ങനെ കൊടുത്തതായ ഒരു 50 സ്വർണ്ണ നാണയമാർക്ക് കൊടുത്തു. ഈ ചാട്ടവാറും നിരത്തുനിന്ന് പൊക്കിയെടുത്ത് കൊടുത്തു. ആര്? ഇമാം ഷാഫിഈ തങ്ങൾ. ഇങ്ങനെയാണ് മഹാന്മാർ ജീവിച്ചത്. സഖാവത്ത് ഷാഫിഈ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫിഈ തങ്ങളുടെ ധർമ്മം അഷ്ഹറു, അത് ഏറ്റവും പ്രചാരമാണ്. മിന്നൻ ദുഃഖാൽ, ഉദ്ധരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രചാരത്തിലുണ്ട്. പ്രപഞ്ചത്യാഗത്തിന്റെ അടിസ്ഥാനം എന്താണ്? ധർമ്മമാണ്. അതിങ്ങനെ കൊടുക്കണം. എന്താ കാരണം? ഒരു വസ്തുവിനെ അവൻ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിനെ അവൻ പിടിച്ചു വെക്കും, അതുമായി വിട്ടുപിരിയില്ല. അതുകൊണ്ടാണ്. അതുപോലെ യുവാനക്കുൽ മാല, സമ്പത്തിനോട് വിട്ടുപിരിയൂല. ഇല്ലാമൻ സൗറത്തു ദുനിയാവി ഐനിഹി, അവന്റെ കൺകാഴ്ചയിൽ ദുനിയാ പറ്റ ചെറുതാവണം. അങ്ങനെ ചെറുതായവൻ ആരാണോ അവന് മാത്രമേ ദുനിയാവുമായി വിട്ടുപിരിയാൻ കഴിയൂ, അല്ലാത്തവർക്ക് കഴിയൂല. ബഹുമാന ഈ പറഞ്ഞതാണ് സുഹൃദിന്റെ അർത്ഥം. അപ്പൊ ഈ സുഹൃദുള്ളവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട്. ഇമാം ഷാഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവണം. അപ്പൊ അവരൊരു ഫഖീഹായിരുന്നിട്ട് പോലും ദുനിയാവിനെ മറന്നിട്ടില്ല, അള്ളാഹിനെ മറന്നിട്ടില്ല, അല്ലെ? അപ്പൊ അള്ളാഹുവിനെ ഗ്രഹിച്ച് ജീവിച്ചവരോട് അവർ നന്നർത്ഥം.